കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ഓർത്തഡോക്സ് സഭയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കോളേജിലെ നിയമനങ്ങളും അഡ്മിഷനും ഒക്കെ നടത്തിക്കിട്ടുന്ന കോടിക്കണക്കിന് പണം ചെങ്ങാമനാട് ആശ്രമത്തിലെ കാളക്കുട്ടന്മാർ പുട്ടടിച്ചു കുടുംബക്കാർക്കും കൊടുത്ത് ദൂർത്തടിക്കുന്നു. ഇതൊന്നും ചോദിക്കാനും പറയാനും സഭയിൽ ആരുമില്ലേ? ഓരോ വർഷവും കോടികളാണ് വരുമാനം. അഡ്മിഷൻ ഇനത്തിൽ കിട്ടുന്ന തുക കൂടാതെ നിയമനത്തിൽ വാങ്ങുന്ന കോഴിയും ഊഹിക്കുന്നതിനും അപ്പുറമാണ് കിട്ടുന്നത്. അഡ്മിഷന് കമ്മ്യൂണിറ്റി കോട്ടയിൽ പോലും പൈസ വാങ്ങിക്കും. മാനേജ്മെന്റ് കോട്ടയിൽ വാങ്ങുന്നതിൽ നിന്നും 5000 രൂപ കുറച്ചു കൊടുത്താൽ മതി. അതും അഡ്മിഷൻ കിട്ടണമെങ്കിൽ തിരുമ്മിക്കൊടുക്കണം. ബികോമിന് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയാണ് ലേലം വിളി. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അതിനാണ്. അഡ്മിഷൻ കിട്ടാൻ എളുപ്പവഴി സാരി ചുറ്റി ചെന്നാൽ മാത്രം മതി. അഡ്മിഷൻ വിളിച്ചു തരും. ഇതറിയാവുന്ന പലരും സാരി ഉടുക്കുന്നവരെ പറഞ്ഞുവിടും. അവർ കാര്യം സാധിച്ചുകൊണ്ടുവരും. അവർ അവിടെ ഒരു CCTV ക്യാമറ വച്ചാൽ എത്ര നീലപ്പടങ്ങൾ കാണാമെന്നറിയാമോ? ഒരു പോൺ സൈറ്റ് വേണമെങ്കിൽ തുടങ്ങാം. ലക്ഷങ്ങൾ അങ്ങനെയും കിട്ടും. ഇവിടെ ഒരു റംബാനുണ്ട്. സ്ഥാപനങ്ങളുടെ ചുമതല, പ്രത്യേകിച്ച് കോളേജിന്റെ. തുണി ചുറ്റി കാണിച്ചാൽ അവിടെ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കും. അദ്ദേഹം കൊട്ടാരക്കര ടൗണിലെ ഒരു പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ ലില്ലിപ്പൂവിനെ വലിയ ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും ലില്ലിപ്പൂവിന്റെ മണം നുകരാനും തേൻ കുടിക്കാനും പോകുമായിരുന്നു. ഇടവകക്കാർ തന്നെ രാത്രി ബൈക്കിന്റെ കാറ്റടിച്ചുവിട്ട സംഭവം നാട്ടിൽ പാട്ടാണ്. ഇരിക്കുന്ന പള്ളികളിലെല്ലാം തേൻ കുടിക്കാൻ പോകും. കോളേജിൽ നിന്നും കിട്ടുന്ന പണത്തിൽ കുറെയൊക്കെ സാരികളും കൊണ്ടുപോകുമെന്നാണ് കരക്കമ്പി. ഇത്രയും കാളക്കുട്ടന്മാരുടെ ഒരു സങ്കേതം എവിടെ വേറെയും കാണില്ല. വിശുദ്ധ കാളകൾ പണ്ടൊക്കെ കടുക്കാ വെള്ളം കുടിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ബൂസ്റ്റും ഹോർലിക്സുമാണ് കഴിക്കുന്നത്. നോമ്പ് കാലത്ത് പോലും മട്ടനും ചിക്കനും കഴിക്കുന്ന പൂച്ച സന്യാസികളാണ് പലരും. സ്വന്തം വീടുകളിൽ നിന്നും കുറ്റിയും പറിച്ചു വന്ന ഇവരൊക്കെ കുടുംബങ്ങളെ നല്ല നിലയിലാക്കി കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നു. എല്ലാവരുടെയും കുടുംബത്തിലെ ആളുകൾ കോളേജിലും സ്കൂളുകളിലും ജോലിക്കാരാണ്. അവർക്ക് മാത്രം പണം കൊടുക്കാതെ ജോലിയും അഡ്മിഷനും കിട്ടും. ബാക്കി സഭാ അംഗങ്ങൾ ആരായാലും കിട്ടില്ല. പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും കൊടുക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ പ്രസാദിപ്പിച്ചാൽ ചിലപ്പോൾ കിട്ടും. മറ്റൊരു പ്രത്യേകത, ഒന്നിന് മറ്റൊന്നിനെ കണ്ടുകൂടാ. പക്ഷെ ഏത് സാരി ഏത് മുറിയിൽ കയറിയാലും ആരും ശല്യപ്പെടുത്തതുമില്ല, പുറത്തു പറയുകയുമില്ല. അതിൽ എല്ലാവർക്കും യോജിപ്പാണ്.